കോനിയയിൽ മറ്റൊരു ഖബർ കാണാം. അത് സാഹിബുൽ ഖബറിന്റെ പേര് ആതിഷ്ബാസ്. ആതിഷ്ബാസ് ആരാണത്? ആതിഷ്ബാസ് എന്ന് പറയുന്നത് റൂമിയുടെ ദർസിലത്തെ ക്യാൻറ്റീനിലെ ഉസ്താദാണ്. റൊട്ടി ചുടുന്ന ആള്, നാൻവാല. റൂമിയുടെ ദർസിലെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന തബ്ബാഖാണ് ആതിഷ്ബാസ്. അപ്പൊ അവരുടെ ദർസിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആള് വലിയ മഹാനാണ്. ആതിഷ്ബാസിന്റെ ശരീരത്തിന്റെ ചൂട് കൊണ്ട് ദിക്ർ ചൊല്ലിയിട്ടുള്ള ചൂട് കൊണ്ടായിരുന്നു ഇപ്പൊ ക്യാൻറ്റീനിൽ വിറക് തീർന്നാല് മൂപ്പര് പത്തിരി വരത്തി നെഞ്ചത്ത് വെച്ചു കൊടുക്കും. അപ്പൊ പൊള്ളി വരും. ദിക്ർ ചൊല്ലിയിട്ട് ബോഡി ചൂടായിട്ട് അത്ര വലിയ ചൂടുള്ള ബോഡിയുള്ള മഹാന്മാരുണ്ടാവും. ആറ്റി സുഭാഷ്, നല്ല പേര്, അനിൽ സുഭാഷ് എന്നൊക്കെ പറഞ്ഞ മാതിരി. അപ്പൊ ഇയാളാരാണ്? ഇത് റൂമി വലിയ ഔലിയായിരുന്നല്ലോ, വലിയൊരു സൂഫി ആയിരുന്നു റൂമിയെ കുറിച്ച് നമുക്ക് പറയാൻ ഇൻഷാ അല്ലാഹ് പിന്നീട്. അപ്പോൾ റൂമിന്റെ കോളേജിലെ കുട്ടികൾക്ക് ക്യാൻറ്റീനിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിരുന്നു ഈ ആത്തി സുഭാഷ്. മൂപ്പര് ഔലി തന്നെ. കാരണം ഔലിയാക്കളെ ചുറ്റിപ്പറ്റി നടക്കണ അയാളങ്ങനെ മണത്തിടക്കണ എല്ലാ ഔലിയാക്കളായിരിക്കുമല്ലോ. അവിടെ ക്യാൻറ്റീനിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആളോ ഔലിയ, മുറ്റത്ത് അടിച്ചു തരുന്ന ആളോ ഔലിയ, കക്കൂസ് കേൾക്കുന്ന ആളോ ഔലിയ. ഔലിയാക്കളല്ലാത്ത ആരും ഉണ്ടാവില്ല അവിടെ. അങ്ങനെ ഈ ആത്തി സുഭാഷ് എന്ത് ചെയ്യും? ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കൽ എങ്ങനെയാണ്? ഇങ്ങനെ ദിക്ർ ചൊല്ലിയിട്ട് ഇങ്ങനെ ശരീരം ഇങ്ങനെ ചൂടായിട്ട് ആ റൊട്ടി ഇങ്ങനെ പരത്തിയിട്ട് നെഞ്ഞത്തട വെക്കും. അപ്പൊ അതിങ്ങനെ പൊള്ളച്ചു വരും. അങ്ങനെയാണ് മൂപ്പര് റൊട്ടി ഉണ്ടാക്കല് എന്നായി പറഞ്ഞത്. കറാമത്ത് തന്നെ, മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് ആ കാലത്ത് മൂപ്പര് ഇസ്തിരിട്ടിന്റെ കുട്ടികൾക്ക് പഠിക്കണ കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കൊടുക്കണമല്ലോ. അന്നിപ്പോ കറണ്ട് ഒന്നും ഉണ്ടാവുമല്ലോ. അപ്പൊ എങ്ങനെയായിരിക്കും അത്? നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. ആ ഡ്രസ്സൊക്കെ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ മേശം ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇയാൾ തുണി മാടിക്കാണ്ട് ചന്തിട്ട് വരത്തിലായ്മല് ചൂടുണ്ട്. അങ്ങനെ ഡ്രസ്സ് അയൺ ചെയ്യല് ആത്തി സുഭാഷ്. അങ്ങനെ ആയിരിക്കുമല്ലോ. ഇയാളെങ്ങനെ തൊളവട ഉണ്ടാക്കല്? കുട്ടികൾക്ക് റൊട്ടി മാത്രമല്ലോ, ക്യാൻറ്റീനിലാവുമ്പോൾ പല ഫുഡ് ഉണ്ടാവുമല്ലോ. അതെങ്ങനെ ഉണ്ടാക്കല്? എന്തെല്ലാം അങ്ങനെ പറയുന്നേ. സഹോദരങ്ങൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. ഒരു മനുഷ്യന് ഒരു ശരീരത്തിൽ മാവ് പരത്തിയിട്ട് അതുകൊണ്ട് റൊട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർക്ക് തിന്നാൻ തോന്നും. എങ്ങനെയായിരിക്കും അതിന്റെ കോലം? ഇതാ ഇങ്ങനെ ആയിരിക്കും അതിന്റെ കോലം. കണ്ടോളേ, ഇതിപ്പോ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് വരെയാണ് ഇങ്ങനെ പ്രചരിക്കുന്ന ചില വീഡിയോസ് ആണത്. ഇത് കോമഡിയാണോ എന്താണെന്നറിയില്ല. ഇതൊന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ ആത്തി സുഭാഷ് റൊട്ടി ഉണ്ടാക്കണ കോലം ഒന്ന് ആലോചിച്ച് നോക്കാണ്. ഈ ചെങ്ങായി പിന്നെ ഇതിങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ കഷത്തിൽ വെച്ച് പരത്തിയിട്ട് എണ്ണീക്കിടുണ്ട്. ആത്തി സുഭാഷ് അതും ചെയ്യില്ല. എണ്ണീക്കിണ്ട് വേറെ നേരെ കൗമിന്റെ അണ്ണാക്ക് കണ്ടലാണ്. എണ്ണയിലിടുമ്പോൾ കുറച്ചൊക്കെ ബാക്ടീരിയ അണുക്കളും ചത്തോളും. ഇത് അതുമില്ല, നേരെ കൗമിന്റെ അണ്ണാക്കൊക്കെ തള്ളിക്കൊടുക്കന്നെ ഈ വക വൃത്തികേടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട്. ഇതാണ് ആത്തി സുഭാഷ്. മനസ്സിലായില്ലേ?